യെരമ്യ 37 1 മുതൽ 10 വരെ തിരുവചനങ്ങൾ. ബർക്കുമോർ. യെഹോയാക്കീമിന്റെ മകനായ യുഖനിയായ്ക്ക് പകരം യോശിയായുടെ മകൻ സെദക്കിയ രാജാവായി. അവനെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യഹൂദയിൽ രാജാവാക്കിയതായിരുന്നു. അവനും അവന്റെ ദാസരും ദേശത്തെ ജനവും യെരമ്യ പ്രവാചകൻ വഴിയായി കർത്താവ് കൽപ്പിച്ച വചനങ്ങൾ കേട്ട് അനുസരിച്ചില്ല. സെദക്കിയ രാജാവ് ശെലെമ്യായുടെ മകൻ യെഹൂക്കലിനെയും മയസായുടെ മകൻ സഫന്യ പുരോഹിതനെയും യെരമ്യയുടെ അടുക്കൽ അയച്ച്, നിന്റെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയിച്ചു. യെരമ്യ ജനത്തിനിടയിൽ വന്നും പോയും ഇരുന്നു. അവനെ കാരാഗൃഹത്തിലാക്കിയിരുന്നില്ല. ഫറവോന്റെ സൈന്യം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു. അവർ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നുവെന്ന് കൽദയർ കേട്ടു. അവർ യെരൂശലേം വിട്ടുപോയി. അന്ന് പ്രവാചകനായ യെരമ്യായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, അരുളപ്പാട് ചോദിപ്പാൻ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് അയച്ച യഹൂദ രാജാവിനോട് പറയുവിൻ, നിങ്ങളെ സഹായിക്കുവാൻ പുറപ്പെട്ടിരിക്കുന്ന ഫറവോന്റെ സൈന്യം മിസ്രയീമിലേക്ക് തിരിച്ചു പോകും. കൽദയർ മടങ്ങി വരും. ഈ നഗരത്തോട് യുദ്ധം ചെയ്ത് അതിനെ കീഴ്പ്പെടുത്തും, അഗ്നിക്ക് ഇരയാക്കും. കൽദയർ നിശ്ചയമായും തിരിച്ചു പോകും എന്ന് പറഞ്ഞ് സ്വയം വഞ്ചിതരാകരുത്. അവർ തിരിച്ചു പോകുകയില്ല. നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കൽദയരുടെ സേനയെ മുഴുവനും നിങ്ങൾ തോൽപ്പിച്ചാലും അവരിൽ മുറിവേറ്റ് ശേഷിച്ചിരിക്കുന്നവർ അവരുടെ കൂടാരങ്ങളിൽ നിന്ന് വന്ന് ഈ നഗരത്തിന് തീ വയ്ക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവേ, ജീവനുള്ള നിന്റെ ശ്ലീബായോടുകൂടെ നീ എഴുന്നള്ളുന്ന ദിവസത്തിൽ നിന്റെ എതിരേൽപ്പിന് പുറപ്പെടുവാനും ജീവൻ നൽകുന്നതായ നിന്റെ ശ്ലീബായെ വന്ദിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.